നമസ്കാരം. TCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റക്കെട്ടായി സഹപാഠികൾ. മടക്കാലിലെ സംഗീതയുടെ പുതിയ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തിയായി. സോഷ്യലിസ്റ്റ് ജനത ഡി സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം മുന്നോടിയായുള്ള ഛായാപടജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം. കുടുംബശ്രീ പ്രവർത്തകരുടെ രാപ്പകൽ സമരം വിജയം. ആഹ്ലാദം പ്രകടിപ്പിച്ച് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രകടനം. സീതാറാം കോത്ലിയുടെ ഭാരത പരിക്രമയാത്ര കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ചു. പൂർണ്ണകുംഭം നൽകി കോത്ലിയെ ജില്ലയിലേക്ക് വരവേറ്റു. വാർത്തകളിലേക്ക് വിശദമായി. തോളോട് തോൾ ചേർന്ന് സഹപാഠികൾ. മാടക്കാലിലെ സംഗീതയുടെ പുതിയ വീടിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞു. കൈക്കോട്ടുകടവ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സംഗീതയുടെ കത്തിയമർന്ന വീടിന് പകരമായുള്ള പുതിയ വീടിന്റെ പൂർത്തീകരണം സഹപാഠികൾ ചേർന്നാണ് നടത്തുന്നത്. അഗ്നി ചാരമാക്കിയ സംഗീതയുടെ വീടിന് പകരം സഹപാഠികളുടെ ഒത്തൊരുമയിൽ പുതിയ വീട് യാഥാർത്ഥ്യമാവുകയാണ്. പുതിയ വീടിന്റെ കോൺക്രീറ്റ് ജോലിയിൽ സജീവമായി പങ്കെടുത്തത് സംഗീതയുടെ സഹപാഠികൾ. പുസ്തകവും ബാഗും ഏന്തിയ കൈകൾ ജില്ലയും പൂഴിയും ചുമന്നു. കുഴച്ച കോൺക്രീറ്റ് വാർപ്പിനായി മുകളിലേക്ക് അവർ എത്തിച്ചു നൽകി. ഒറ്റ മനസ്സും ഒറ്റ ശരീരവുമായി സഹപാഠികൾ ഒത്തുചേർന്നപ്പോൾ സംഗീതയുടെയും മാതാപിതാക്കളുടെയും മനസ്സിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത കൃതജ്ഞതയായിരുന്നു. പഠനം എന്ന സ്വപ്നം തീ ചാമ്പലാക്കിയപ്പോൾ, പുസ്തകങ്ങളും ഇതര സാമഗ്രികളും തീ വിഴുങ്ങിയപ്പോൾ സംഗീത പകച്ചുപോയി. കൂലിപ്പണിക്കാരായ മാടക്കാലിലെ ബാബു സരോജിനി ദമ്പതികളുടെ ഏക മകളായ സംഗീതയുടെ പഠനം വഴിമുട്ടി. എന്നാൽ ഈ സഹപാഠിയെ കൈയൊഴിയാൻ അവൾ പഠിക്കുന്ന കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. പാതി വഴിയിലായിരുന്ന സംഗീതയുടെ പുതിയ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇവർ തയ്യാറായി. ഇതിൻ്റെ ഭാഗമായി ഒറ്റ ദിവസം കൊണ്ട് 500,000 രൂപ പിരിച്ചെടുത്തു. സംഗീതയുടെ ക്ലാസ്സിലെ 25ഓളം കുട്ടികളും NSS വോളണ്ടിയർമാരും വീടിൻ്റെ കോൺക്രീറ്റിന് സേവന സന്നദ്ധരായി എത്തി. അധ്യാപകരും ഇവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കോൺക്രീറ്റ് ജോലികൾക്കൊപ്പം ഇവർ തോളോട് തോൾ ചേർന്ന് മെയ്യോട് മെയ് ചേർന്ന് ജോലി ചെയ്തു. സഹപാഠികൾക്ക് ആവശ്യമായ കുപ്പിവെള്ളവും മറ്റുമായി സംഗീത അവർക്കൊപ്പം തന്നെ ഉണ്ടായി. കുട്ടികളുടെ ഈ സേവനത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ലെന്ന് സംഗീതയുടെ പിതാവ് ബാബു പറഞ്ഞു. കൈക്കോട്ടോട് സ്കൂളിലെ എൻ്റെ മകളുടെ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ ശ്രമദാനമായിട്ട് ഈ ഒരു വീടിൻ്റെ പണി പൂർത്തിയാവുന്നത് ഞാൻ വളരെ കൈക്കോട്ടോടെ സ്കൂളിലും കുട്ടികളുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇത് തങ്ങളുടെ കടമയാണെന്നായിരുന്നു കുട്ടികളുടെ അഭിപ്രായം. വീടിനാവശ്യമായി വരുന്ന ഇതര ജോലികളും കുട്ടികൾ തന്നെ നിറവേറ്റും. ഇതിനാവശ്യമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവർ. അതിനിടെ നീലേശ്വരം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് ഈ കുടുംബത്തിന് 2,00,000 രൂപ അനുവദിച്ചു. കൈക്കോട്ടോട് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ NSS യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സംഗീത എന്ന വിദ്യാർത്ഥിയുടെ ഈ വീട് നിർമ്മാണം നമ്മൾ നടത്തി കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളെ സ്കൂളിലെ അധ്യാപകരായ റഷീദ് സാർ, ദാവൂദ് സാർ, ഗോപികൃഷ്ണൻ സാർ അതുപോലുള്ള എല്ലാ അധ്യാപകന്മാരും നമുക്ക് നല്ല പ്രചോദനമാണ് നൽകിയിരിക്കുന്നത്. സോഷ്യലിസ്റ്റ് ജനതയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതോടെ CPMന് കണ്ടകശനി ആരംഭിച്ചുവെന്ന് സോഷ്യലിസ്റ്റ് ജനത വയനാട് ജില്ലാ സെക്രട്ടറി NO ദേവസ്യ ഛായാപടജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ പടിയിറങ്ങി പോന്നതിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കണ്ടകശിരി ഒഴിഞ്ഞ നേരില്ല. എപ്പോഴാണ് കണ്ടകശിരി ഒഴിഞ്ഞിട്ടുള്ളത്? കട്ടകാലല്ലാണ്ട് ഒരു നല്ല നേരം ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം 3 തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്ത് നടന്നു. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പെടുന്നു, അമ്പിപ്പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. കഷ്ടകാലം പിടിപെട്ടേക്കാണ് ആ പാർട്ടിയെയും ആ മുന്നണിയെയും. LDF മുന്നണിയിലെ ഐശ്വര്യമായിരുന്നു സോഷ്യലിസ്റ്റ് ജനത. അതിനെ പുറത്താക്കിയതിലൂടെ LDF മുന്നണിക്കും CPMനും കണ്ടകശനി ആരംഭിച്ചിരിക്കുകയാണ്. തങ്ങളെ പുറത്താക്കിയ ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും LDFും CPMും തോറ്റു. മുന്നണി മര്യാദകൾ ലംഘിച്ചാണ് തങ്ങളെ പുറത്താക്കിയത്. സോഷ്യലിസ്റ്റ് ജനത ഡി സമ്പൂർണ്ണ സമ്മേളനത്തെ തകർക്കാൻ ദേശാഭിമാനിയിലും CPMും നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും ദേവസ്യ പറഞ്ഞു. ഈ സമ്മേളനം പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിഭാഗം നാട്ടിലുണ്ട്. പ്രത്യേകിച്ചും ദേശാഭിമാനിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ സമ്മേളനം പരാജയപ്പെടുത്താൻ, നമ്മളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ രാവും പകലും ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെടുക.
കുടുംബശ്രീ പ്രവർത്തകർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ രാപ്പകൽ സമരം വിജയം കണ്ടു. സമരം വിജയിപ്പിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ പ്രവർത്തകർ പ്രകടനം നടത്തി. തങ്കയമുക്ക് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി കുടുംബശ്രീ പ്രവർത്തകർ അണിനിരന്നു. ടൗൺ ചുറ്റി പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ജനശ്രീക്കെതിരെയും MM ഹസനെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും പ്രകടനത്തിൽ മുദ്രാവാക്യം വിളികൾ ഉയർന്നു. KV കാർത്തേയണി, T ശ്യാമള, സുമതി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പരിസ്ഥിതി സന്ദേശം ഉയർത്തിപ്പിടിച്ച് സീതാറാം കോത്തലായി നടത്തുന്ന ഭാരത പരിക്രമ യാത്ര കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയായ തട്ടാർക്കടവ് പാലത്തിന് സമീപത്ത് നിന്ന് അദ്ദേഹത്തെ പൂർണ്ണകുംഭം നൽകി ജില്ലയിലേക്ക് സ്വീകരിച്ചു. RSS സംഘപരിവാർ നേതാക്കളായ വേലായുധൻ കൊടവലം, ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, NS പൈ, മനോഹരൻ കുവാരത്ത് എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് സീതാറാം കോത്തലയെ ആനയിച്ച് തൃക്കരിപ്പൂരിലെത്തി. നിരവധി പേർ സംബന്ധിച്ചു. ഗ്രാമങ്ങളുടെ രക്ഷയും സംരക്ഷണവുമാണ് ഭാരതത്തിനാവശ്യം എന്ന തിരിച്ചറിവിലാണ് കോത്തലായ യാത്ര നടത്തുന്നത്. 4 വർഷം കൊണ്ട് 10,000-ലേറെ കിലോമീറ്റർ നടന്നു തീർക്കാനുള്ള യാത്ര കഴിഞ്ഞ ഓഗസ്റ്റ് 9-ന് കന്യാകുമാരിയിൽ നിന്നാണ് തുടങ്ങിയത്. മംഗലാപുരം പുത്തൂർ സ്വദേശിയാണ്. 64 വയസ്സുള്ള കോത്തലായ ദിവസം 10 കിലോമീറ്റർ വീതം നടന്ന് വർഷം 3650 കിലോമീറ്റർ സഞ്ചരിക്കും. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലൂടെ കാൽനട യാത്ര ചെയ്ത് കന്യാകുമാരിയിൽ തിരിച്ചെത്തുകയാണ് ലക്ഷ്യം. സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഛായാപടജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സോഷ്യലിസ്റ്റ് ആചാര്യന്മാരായ ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹിയ, K ചന്ദ്രശേഖരൻ എന്നിവരുടെ ഛായാപടവും വഹിച്ചുള്ള ജാഥ രാവിലെ കുമ്പളയിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത്. മുൻ MLAയും സോഷ്യലിസ്റ്റ് ജനത സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ MK പ്രേമനാഥ് നയിക്കുന്ന ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. തങ്കയമുക്കിൽ നിന്ന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ ജാഥയെ വരവേറ്റു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നേതാക്കളായ AV രാമകൃഷ്ണൻ, P കോരൻ മാസ്റ്റർ, NO ദേവസ്യ, ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, അമ്പു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. TV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. തുടർന്ന് ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. ഈ മാസം 11, 12, 13 തീയതികളിൽ കോഴിക്കോടാണ് സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. മാടക്കാൽ തൃക്കരിപ്പൂർ കടപ്പുറം വടക്കേ വളപ്പ് തൂക്കുപാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 3 മാസത്തിനകം പാലത്തിന്റെ നിർമ്മാണം മുഴുവനായും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ പ്രതീക്ഷ. കോൺക്രീറ്റ് പാലമെന്ന വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം സഫലമായില്ലെങ്കിലും മാടക്കാൽ തൃക്കരിപ്പൂർ കടപ്പുറം നിവാസികൾ ഇപ്പോൾ തൃപ്തരാണ്. ഇവരുടെ കടുത്ത യാത്രാ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിനായി തൂക്കുപാലം നിർമ്മാണം ഒരുങ്ങുകയാണ്. പാലം നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. 3 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ പ്രതീക്ഷ. 280ഓളം മീറ്റർ നീളമുള്ള പാലം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിലൊന്നാകും. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്ത് മന്ത്രി KP രാജേന്ദ്രനാണ് പാലത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. നിർമ്മാണം ആരംഭിക്കാൻ ചെറിയ കാലതാമസം നേരിട്ടുവെങ്കിലും പ്രവൃത്തി ആരംഭിച്ചതിന് ശേഷം ഒരിക്കൽ പോലും നിർമ്മാണത്തിന് തടസ്സമുണ്ടായില്ല. അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാകാറായ പാലത്തിന് ഇനി മുകളിലുള്ള പലക ഒരുക്കൽ, വശങ്ങളിലുള്ള കമ്പിവേലി എന്നിവയാണ് ബാക്കിയുള്ളത്. ഇത് പൂർത്തിയാക്കാൻ 3 മാസം വേണ്ടിവരുമെന്നാണ് സൂചന. എന്നാൽ നിലവിലുള്ള സ്ഥിതി തുടർന്നാൽ 2 മാസത്തിനകം തന്നെ പാലം പൂർത്തിയാകും. 3,97 ലക്ഷം രൂപ ചെലവിൽ കെൽ ആണ് പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്. പിന്നീട് കോഴിക്കോട്ടുള്ള മറ്റൊരു കമ്പനിക്ക് സബ് ആയി പ്രവൃത്തി നൽകുകയായിരുന്നു. MLA K കുഞ്ഞിരാമന്റെ സജീവമായ ഇടപെടലാണ് പാലം നിർമ്മാണം വേഗത്തിലാക്കാൻ കാരണമായത്. പാലം നിർമ്മാണ തൊഴിലാളികൾക്കാവശ്യമായ സഹായങ്ങൾ ഒരുക്കുന്നതിൽ നാട്ടുകാരും സജീവമായിരുന്നു. കടവുകളിൽ തൂക്കുപാലം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ അനുവദിക്കപ്പെട്ട 2 തൂക്കുപാലവും വലിയ പറമ്പിനാണ് ലഭിച്ചത്. പടന്നക്കടപ്പുറം തൂക്കുപാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഒറ്റക്കെട്ടായി സഹപാഠികൾ. മടക്കാലിലെ സംഗീതയുടെ പുതിയ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തിയായി. സോഷ്യലിസ്റ്റ് ജനത D സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം മുന്നോടിയായുള്ള ഛായാപടജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം.
കുടുംബശ്രീ പ്രവർത്തകരുടെ രാപ്പകൽ സമരം വിജയം. ആഹ്ലാദം പ്രകടിപ്പിച്ച് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രകടനം. സീതാറാം കോത്ലിയുടെ ഭാരത പരിക്രമ യാത്ര കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ചു. പൂർണ്ണകുംഭം നൽകി കോത്ലിയെ ജില്ലയിലേക്ക് വരവേറ്റു. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.